Hello, what's up guys? Welcome back to our another video. അപ്പോൾ guys, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു 95 മോഡൽ ബുള്ളറ്റ് ആണ്. ഈ ബുള്ളറ്റിനെ കുറിച്ച് പറയാൻ എല്ലാവർക്കും ഭയങ്കര ക്രൈസ് ആണ്. എന്താ വെച്ചാൽ ബുള്ളറ്റ് എന്ന് പറയുന്ന ഒരു വെഹിക്കിൾ പറഞ്ഞാൽ ഈ ഒരു പഴയ മോഡൽസിനെയാണ് കൂടുതലായിട്ടും ബുള്ളറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു വണ്ടി നമ്മുടെ സാൻഡസ് 46 നമ്മുടെ CBR ഓണറില്ലേ അവൻ്റെ വണ്ടിയാണ്. അപ്പോൾ അവനെക്കുറിച്ച് എന്തായാലും ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. CBR ഓൺ ചെയ്ത് കുറേ കാലം ആഗ്രഹിച്ച് CBR എടുത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അവനെക്കുറിച്ച് അധികം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ വണ്ടിൻ്റെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് വണ്ടിയുടെ ഒരു ചെറിയ വീഡിയോ കണ്ടിട്ട് നമുക്ക് വരാം. അപ്പോൾ ഗൈസ്, ഇതൊരു 95 മോഡൽ ബുള്ളറ്റാണ്. ഇത് ശരിക്കും ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഞങ്ങളിതിൽ KLക്ക് രജിസ്ട്രേഷൻ മാറ്റിയതാണ്. കൂടുതലും ഈ കേരള രജിസ്ട്രേഷൻ വണ്ടികൾക്ക് റേറ്റ് കൂടുതലുള്ളത് കൊണ്ടാണ് ഈ തമിഴ്നാട് അങ്ങനെയുള്ളത് എടുക്കുന്നത്. രജിസ്ട്രേഷൻ മാറ്റി KL70 ആക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു വണ്ടിൻ്റെ കളറ് ശരിക്കും ഈ ഒരു ബ്ലാക്ക് എഡിഷൻ അല്ലായിരുന്നു, ഒരു സിൽവർ എഡിഷൻ വരുന്ന വണ്ടിയായിരുന്നു. ഈ വണ്ടിയുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ഈ ഒരു വീഡിയോയിൽ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷനും അപ്പോഴത്തെ കണ്ടീഷനും നോക്കിയാൽ തന്നെ അറിയാം. നല്ലതായിട്ട് ഒരു 80,000-1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഈ ഒരു വണ്ടിക്ക് ഫുള്ള് റീസ്റ്റോറേഷൻ ചെയ്തൊരു വണ്ടിയാണ്. ഇപ്പോൾ ഫുള്ളി റീസ്റ്റോറേഷൻ ചെയ്തിട്ട് ആകെ ഒരു പുതുപുത്തൻ ബുള്ളറ്റ് ലെവലിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ബുള്ളറ്റിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ക്രൈസ് ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇത്രയും പണിയെടുത്ത് ഈ ഒരു വണ്ടി ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. പ്രൈസ് നിങ്ങൾക്ക് ഈ വണ്ടി കാണുമ്പോൾ ടോട്ടലി ചേഞ്ച് കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടാവും. എല്ലാ ഭാഗത്തായിട്ടും ചേഞ്ച് കാര്യങ്ങൾ. ഒരു സ്റ്റാൻഡേർഡ് പഴയ മോഡലിൽ ഡിസ്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ ഡിസ്ക് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ പെയിൻറ്റിംഗ് ഒക്കെ ഫുള്ള് റീപെയിൻറ്റ് ചെയ്തൊരു വണ്ടിയാണ്. ഇതിൻ്റെ സിൽവർ എഡിഷൻ ആയിരുന്നു. ഫസ്റ്റ് എടുക്കുമ്പോൾ സിൽവർ എഡിഷൻ ആയിരുന്നു. അതിൽ ആകെ തുരുമ്പ് കാര്യങ്ങളൊക്കെ പിടിച്ച് ഫുള്ളി റീസ്റ്റോറേഷൻ ചെയ്തൊരു വണ്ടിയാണ്. എൻജിനൊക്കെ റീസ്റ്റോർ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് തന്നെ ആയിട്ടുള്ളൂ. ഈ ഒരു വണ്ടിയിൽ ഡിസ്ക് കയറ്റാൻ തന്നെ അത്യാവശ്യം എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അത് ഈ റിമ്മ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണ്ടോ. ഈ നോർമൽ റിമ്മിൽ എന്തായാലും ഡിസ്ക് കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എക്സ്ട്രാ ഇപ്പോൾ വരുന്ന സ്റ്റാൻഡേർഡിൻ്റെ റിമ്മ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡിന് ഒരു പ്രത്യേകതയുണ്ട്, ഇതിൻ്റെ സൈസ് കൂടുതലായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് ബാക്ക് സൈസ് കാണിച്ചു തരാം. ബാക്ക് സൈസ് ചെറിയ സൈസ് ആയിരിക്കും. അതായത് നമ്മുടെ ക്ലാസിക്കിലാണെങ്കിൽ രണ്ട് സെപ്പറേറ്റ് ആയിരിക്കും. ക്ലാസിക്കിൻ്റെ ബാക്ക് വീല് സൈസ് ഉണ്ടാവും, ഫ്രണ്ട് വീല് സൈസ് കമ്മിയായിരിക്കും. നമ്മുടെ പഴയ ആൾക്കാർ പറയുന്ന കേട്ടില്ലേ ബുള്ളറ്റ് ഒരു വികാരമാണെന്ന്. ഒരു കാരണം ഈ ഒരു വണ്ടി കൊണ്ടാണ് ബുള്ളറ്റ് ഒരു വികാരമാണെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് ആൻഡ് ക്ലാസിക് സീരീസിന് ഒരിക്കലും നമ്മളൊരു ബുള്ളറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു വണ്ടിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡുകൾ കൂടുതൽ ഇറക്കുന്നത്. എന്നാലും ഈ ഒരു വണ്ടിൻ്റെ ഒരു വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു സ്റ്റാൻഡേർഡ് ആൻഡ് ക്ലാസിക്സിന് തീരെ കിട്ടില്ല. കാരണം ക്ലാസിക്സ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒരു ബൈക്കിൻ്റെ ഫീലാണ്. പക്ഷെ ഒരു ബുള്ളറ്റിൻ്റെ ഫീല് കിട്ടണമെങ്കിൽ നമ്മൾ ഈ വണ്ടി തന്നെ ഓടിക്കണം. അതുകൊണ്ടാണ് ഈ ഒരു വണ്ടിക്കാണ് പണ്ടത്തെ കാലത്തെ റോഡ് ഭരിച്ചിരുന്ന ഒരു രാജാവ് എന്നൊക്കെ വേണമെങ്കിൽ ഈ ഒരു വണ്ടിനെ പറയാം. അത്രയ്ക്ക് ഒരു വികാരത്തോടെ ഓടിക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് സീരീസ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് ആൻഡ് ക്ലാസിക് സീരീസിനെക്കാട്ടിയും ഫാൻ ബേസ് കൂടുതൽ ഒരുപക്ഷെ ഈ ഒരു പഴയ മോഡൽ വണ്ടികൾക്കായിരിക്കും. ആരിൻ്റെ അടുത്ത് ഒരു മുത്തശ്ശൻ്റെ അടുത്ത് ചോദിച്ചാലും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു ആൻസർ ആയിരിക്കും ബുള്ളറ്റ് സീരീസ് ആയിരിക്കും. ഈ ഒരു മോഡൽ ബുള്ളറ്റ് സീരീസിനായിരിക്കും ഏറ്റവും കൂടുതൽ ഫാൻസ്. ഇപ്പോഴത്തെ വണ്ടികളുടെ അവരെ പറ്റി ചോദിച്ചാൽ ഏറ്റവും പറയില്ല, നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേർക്കും കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു ന്യൂ മോഡൽ ക്ലാസിക് സീരീസ് ആയിരിക്കും, ക്ലാസിക് ആൻഡ് സ്റ്റാൻഡേർഡ് സീരീസ് ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഈ ഒരു പഴയ മോഡൽ ബുള്ളറ്റ് സീരീസിനായിരിക്കും. ശരിക്കും ബുള്ളറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വേരിയൻസിനാണ്. ക്ലാസിക് സീരീസിന് ഏറ്റവും കൂടുതൽ പറയുന്നതാണ് ബുള്ളറ്റ്. പക്ഷേ ക്ലാസിക് സീരീസ് ഒരിക്കലും ബുള്ളറ്റ് ആവില്ല. ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഇതിലാണ് ബുള്ളറ്റ് 350 എന്നൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ ക്ലാസിക്കിൽ വരുമ്പോൾ അത് നോർമലി ക്ലാസിക് 350 എന്ന് കൊടുത്തു. ശരിക്കും ബുള്ളറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റാൻഡേർഡ് സീരീസിനെയാണ് ശരിക്കും ബുള്ളറ്റ് എന്ന് പറയുന്നത്. പക്ഷെ എല്ലാവരും കുറച്ച് പേരെങ്കിലും ക്ലാസിക് സീരീസിനെ ബുള്ളറ്റ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊരു തെറ്റാണ്. ശരിക്കും ബുള്ളറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റാൻഡേർഡ് സീരീസിന് മാത്രമാണ് ഈ ബുള്ളറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു വണ്ടിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇപ്പോൾ മിക്ക സ്റ്റാൻഡേർഡുകളും ഇറക്കുന്നത്. പക്ഷെ അതിലും അവർ പെയിൻറ്റിൻ്റെ കാര്യത്തിലും ഈ പെയിൻറ്റിൻ്റെ ഡിസൈനൊക്കെ കണ്ടോ, ഈ ഒരു ലൈൻസൊക്കെ വരുന്നത് ശരിക്കും ഈ ഒരു ബുള്ളറ്റ് സീരീസിലാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡിൽ അവരിപ്പോൾ മൊത്തത്തിൽ കംപ്ലീറ്റ്ലി ടാങ്ക് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് വേറൊരു രൂപത്തിലാക്കി. അപ്പോൾ ആ വണ്ടി നമുക്ക് ബുള്ളറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റാത്തതായി. പിന്നെ അടുത്തത് ഈ ഒരു പഴയ മോഡലിൽ വരുന്നത് ഇതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡായിട്ടാണ്. പക്ഷെ നമ്മുടെ ക്ലാസിക്കിൽ വരുന്നത് റൈറ്റ് സൈഡുമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. പിന്നെ അടുത്തത് ഇതിൽ വന്ന ചേഞ്ചസ് എന്താണെന്ന് വെച്ചാൽ
എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ബ്രേക്ക് പെഡൽ വരുന്നത് ലെഫ്റ്റ് സൈഡും ഗിയർ ഷിഫ്റ്റിംഗ് വരുന്നത് റൈറ്റ് സൈഡുമാണ്. അപ്പോൾ ഇത് ഓട്ടിക്കാൻ കുറച്ച് എന്തായാലും ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ഒന്നും നോർമൽ ബൈക്ക് യൂസ് ചെയ്യുന്നവർക്ക് ഇത് പെട്ടെന്ന് എടുക്കാനുള്ളൊരു ടെൻഡൻസി കിട്ടില്ല. ഇത് നമ്മുടെ ന്യൂട്രൽ ലിവേഴ്സ് കാര്യങ്ങളാണ് ഈ ഒരു മോഡൽ വരുന്നത്. ഇത് കിക്കർ വരും, ഇത് ഗിയർ. ഇതിൽ 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. നോർമലി ഫസ്റ്റ് മുകളിലോട്ടും ബാക്കിയെല്ലാം താഴോട്ടുമാണ് ഗിയറിങ് വരുന്നത്. ഇത് എല്ലാവർക്കും പഴയ ബുള്ളറ്റ് യൂസ് ചെയ്യണമെന്ന് എല്ലാവർക്കും മാക്സിമം അറിയുന്ന ഒരു കാര്യമാണ്. ഇതാണ് ഇതിൻ്റെ എയർ ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ എയർ ഫിൽറ്റർ ക്ലീൻ എവരി 3000 കിലോമീറ്റർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കാർബറേറ്റർ വേരിയൻ്റ് ആണ് ഇത്. എല്ലാ മോഡൽ ബുള്ളറ്റ്സ് ഇഷ്ടപ്പെടാൻ കാരണം ഇത്ര 95 മോഡലായിട്ട് ഇപ്പോഴും ഈ ഒരു വണ്ടിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ലാത്ത തന്നെയാണ്. നമുക്ക് പറയേണ്ടതായിട്ട് തന്നെ ഉണ്ട്. എന്തായാലും അത്രയും ബിൽഡ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ പഴയ മോഡൽ. ഇപ്പോഴും ഈ ഇറങ്ങിയതിൻ്റെ ഇരട്ടി വില കൊടുത്ത ആൾക്കാർ ഇപ്പോഴും ഈ വണ്ടി വാങ്ങുന്നുണ്ടെങ്കിൽ ഈ വണ്ടിൻ്റെ ഇതൊന്ന് നിങ്ങൾ ആലോചിക്കണം. അത്രയേറെ ഡിമാൻഡ് ഇപ്പോൾ ഈ ഒരു വണ്ടിക്കുണ്ട്. നമ്മുടെ ഈ ക്ലാസിക് കൊടുത്താലടക്കം ഈ ഒരു വണ്ടി മേടിക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. അടുത്തത് നമുക്ക് ഇതിൻ്റെ ഡിസൈനിൽ നിന്ന് എടുത്ത് നോക്കുമ്പോൾ നോർമലി നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റാൻഡേർഡിൻ്റെ ലുക്കൊക്കെ തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് മഡ് ഗാർഡൊന്നും ഈ ഒരു രീതിയിലായിരുന്നില്ല വന്നത്. ഇതൊക്കെ ചേഞ്ച് ചെയ്ത് പുതിയൊരു സ്റ്റാൻഡേർഡ് ആൻഡ് ക്ലാസിക്സിൽ വരുന്ന സെയിം മഡ് ഗാർഡ് കാര്യങ്ങളൊക്കെയാണ് ചേഞ്ച് ചെയ്തത്. പിന്നെ ഞാൻ വീലിൻ്റെ കാര്യവും ഡിസ്കിൻ്റെ കാര്യമൊക്കെ ഞാൻ എന്തായാലും നേരത്തെ പറഞ്ഞല്ലോ. സസ്പെൻഷൻ വന്നിരിക്കുന്ന ഒരു ബുഷ് ടൈപ്പ് ആയിരുന്നു. അത് നോർമലി മാറ്റിയിട്ട് ഈ ഒരു പുതിയ ക്ലാസിക്കിൽ വരുന്ന ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന് മീറ്ററൊക്കെ എടുത്ത് നോക്കുമ്പോൾ നോർമലി എല്ലാവർക്കും അറിയുന്നൊരു സെയിം മീറ്റേഴ്സ് തന്നെയാണ്. ന്യൂട്രൽ, ഇത് ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷനാണ്, ഇത് ആംപിയർ. ഇതിൽ ആംപിയർ ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമുക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കീ ഒക്കെ ചേഞ്ച് ചെയ്ത് നോർമൽ ഇപ്പോൾ വരുന്ന ക്ലാസിക് ടൈപ്പ് കീ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പോഴും ഇതിലൊരു എൻജിൻ കിൽ സ്വിച്ചിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഡിസ്കിൻ്റെ ഓയിൽ വരുന്ന ഒരു ഭാഗമാണ്. അത് പഴയ ബുള്ളറ്റിൽ എന്തായാലും ഉണ്ടായില്ല. ഇത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇത് കാണുന്നത്. പഴയ മോഡൽ ബുള്ളറ്റിനാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടായില്ല. പിന്നെ അടുത്തത് ഇത് ഡിമ്മ്, ബ്രൈറ്റ്, പാസ്, ഇൻഡിക്കേറ്റേഴ്സ് ഓണ്. ഇത് നമ്മൾ ആംബിയർ കൺട്രോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. ഇതിൻ്റെ ചെയിൻ സ്പോക്കറ്റിൻ്റെ ലെവലൊക്കെ നമ്മൾ ഇപ്പോൾ വരുന്ന ക്ലാസിക്കിൻ്റെ സെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ സ്റ്റാൻഡ് വന്നിട്ടുള്ളത് ഈ ഒരു സൈഡായിട്ടാണ്. ഞങ്ങളത് ചേഞ്ച് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തേക്ക് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് വയ്ക്കുമ്പോൾ അത്ര നമുക്കൊരു വണ്ടിയിൽ അത്ര കംഫേർട്ടായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു സൈഡിലേക്ക് അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സസ്പെൻഷനൊക്കെ വരുന്നത് സെയിം അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റാൻഡേർഡിൽ കാണുന്ന ടൈപ്പല്ല, ഇത് ടൈപ്പാണ് ഈ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് റിമ്മിൽ കാര്യങ്ങളൊക്കെ ചെറിയ തുരുമ്പ് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ശ്രദ്ധിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. പക്ഷെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയിൽ തുരുമ്പ് കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് വണ്ടി മെയിൻറ്റെയിൻ ചെയ്താൽ ഈ തുരുമ്പ് കാര്യങ്ങളൊന്നും എന്തായാലും ഈ ഒരു വണ്ടിയിൽ ഉണ്ടായില്ല. പിന്നെ ഫുൾ മെറ്റൽ ബിൽഡ് ആയതുകൊണ്ട് നമ്മളെന്തായാലും പ്രോപ്പറായിട്ട് നന്നായി ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ഈ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് പോവുള്ളൂ. മെറ്റലായതുകൊണ്ട് പെട്ടെന്ന് റസ്റ്റ് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് ഈ വണ്ടിയുടെ സൗണ്ട് എങ്ങനെയുണ്ടെന്നാണ്. അപ്പോൾ ഇതിൽ കിക്ക് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ആംബിയർ കറക്റ്റായിട്ട് മാത്രമേ കിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആംബിയർ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ വരണം, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ആയിട്ട് കിക്കർ നമ്മുടെ കാലിക്ക് തന്നെ കിട്ടും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു വണ്ടി കിക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇപ്പോഴും 95 മോഡലാണ്. ഇപ്പോഴും ഇതിൻ്റെ സൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, എൻജിനിൽ എന്തെങ്കിലും സൗണ്ട് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. ആംബിയർ കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു സ്വിച്ചിലാണ്. ആംബിയർ കറക്റ്റ് സെൻട്രൽ ലെവൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഗൈസ്, ഇതാണ് വണ്ടിയുടെ സൗണ്ട്. ഗൈസ്, വണ്ടിയിൽ എൻജിൻ സൈഡായിട്ട് ഒരു നോയ്സ് കാര്യങ്ങളൊന്നും വരുന്നത്. ഇപ്പോഴും ഈ ഒരു വണ്ടി ഇഷ്ടപ്പെടാൻ കാരണം ഈ ഒരു സൗണ്ട് ആയിരിക്കും എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഈ
ഈ ഒരു ബീറ്റ് സൗണ്ട് ഇപ്പോഴത്തെ ക്ലാസിക്കിനോ സ്റ്റാൻഡേർഡിനോ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെടാൻ ഇത്രയും കാരണം. സൗണ്ട് എഞ്ചിൻ സൈഡായിട്ട് ഒരു നോയ്സ് കാര്യങ്ങളൊന്നും വരില്ല, പക്കാ സ്മൂത്ത് സൗണ്ടാണ്. നമ്മുടെ ക്ലാസിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ടാപ്പ് ആൻഡ് നോയ്സ് കാര്യങ്ങളൊക്കെ വരും. ഇതിൽ അതൊരു നോയ്സ് ഇല്ല, പക്കാ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഞ്ചിൻ കാര്യങ്ങളാണ്. ഓടിക്കാനും അത്രയും ഇത് എഞ്ചിൻ പണിയെടുത്തുകൊണ്ട് അത്രയും സ്മൂത്താണ് വണ്ടി ഓടിക്കാനും കാര്യങ്ങളൊക്കെ. ഗൈസ്, ഈ ഒരു ചെറിയൊരു വീഡിയോ ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ നിന്ന് കാണുന്നതെങ്കിൽ മസ്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സീ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.